എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു? നവരാത്രിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ടോ? എല്ലാവരും പോകണം കേട്ടോ. ദേവീക്ഷേത്രത്തിൽ ഒരു ദിവസമെങ്കിലും പോയി, ഹിന്ദുക്കളുടെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ, ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ വേറെ എന്താണ്? ഇന്നത്തെ റീഡിങ് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് തന്നെ നോക്കാം. കാരണം വാട്സാപ്പിൽ എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഡെയിലി ചേച്ചി ഫീലിങ്സ് നോക്കിയാലും ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട്. ഡെയിലി നോക്കത്തില്ല, നമ്മളിപ്പോൾ ആഴ്ചയിലൊരിക്കലൊക്കെയാണ് നോക്കുന്നത്. ആഴ്ചയിലൊരിക്കൽ റീസണബിളാണ്, കാരണം ഡെയിലി ചേഞ്ചസ് ഫീലിങ്സിൽ വരില്ലല്ലോ അല്ലേ. ഇന്ന് ഫീൽ ചെയ്യുന്ന തന്നെ ആയിരിക്കില്ലേ നാളെയും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അൺലെസ് നിങ്ങൾ ഭയങ്കര വഴക്കൊക്കെ ഇട്ട് പിരിഞ്ഞാലൊക്കെ ഉള്ളൂ അങ്ങനെ ഒരു ഭയങ്കര ചേഞ്ചൊക്കെ വരാൻ. ഇന്നിവിടെ ഭയങ്കര മഴ. നിങ്ങൾക്കവിടെ മഴയുണ്ടോ? നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഇവിടെ ഭയങ്കര മഴ. നവരാത്രി തുടങ്ങിയതിന് ശേഷം എന്നും മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട്. ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി ഒന്ന് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. കാർഡ് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്ന രീതിയിൽ എടുത്തോളുക. ഓക്കെ അപ്പോൾ തുടങ്ങാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടെന്നൊന്ന് കാണിച്ചു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ്, ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ എന്താണെന്ന് കാണിച്ചു തരും പ്ലീസ്. കറണ്ട് ഓണസ്റ്റ് ട്രൂ ഡീപ്പ് ഡൗൺ ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ. Okay, 4 of Cups, okay, 7 of Wands, Queen of Cups, Strength, Ace of Pentacles, Temperance, Star. കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം കാർഡ്സ്. 6 of Swords, the Fool, Wheel of Fortune, okay, Lovers, Seven of Swords, Page of Cups, bottom of the deck കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നു, ഭയങ്കര മിസ്സിങ് എനർജിയാണ്. അവിടെ ചിലർക്കൊരു ബ്ലോക്കേജ് ഉള്ളതുപോലെ തോന്നുന്നു, സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് പോലെ. അതെല്ലാം നോക്കട്ടെ, ക്ലാരിഫൈ. 7 of Wands, why have they restricted themselves? എന്തുകൊണ്ടാണ് അവിടെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് തന്നെ എടുത്തോളൂ. ചിലർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് മൂലം ചിലപ്പോൾ അവർ വിചാരിക്കുന്ന ലെവലിൽ കോണ്ടാക്ട് ചെയ്യുകയോ ഒന്നും സാധിക്കുന്നുണ്ടാവില്ല, ലോങ് ഡിസ്റ്റൻസും ആയിരിക്കാം. അതുകൊണ്ടാണ് അവിടെ ഒരു മിസ്സിങ് എനർജി നമുക്ക് വരുന്നത്. ഓക്കെ, ആ സിറ്റുവേഷനിൽ അവർ ഭയങ്കര ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് ഒരുപാട് സ്നേഹവുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മിസ്സിങ് എനർജി വന്നിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ ഇവർക്ക് വിചാരിച്ചാൽ ഓടി എത്താൻ പറ്റാത്തത്രയും ഡിസ്റ്റൻസാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ രണ്ട് സിറ്റുവേഷനിലും ഇവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടും സങ്കടപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് വെളിച്ചം കൊണ്ടുവന്ന ഒരാളാണ്. എന്താ പറയുക, ഭയങ്കര പോസിറ്റീവായിട്ട് ഒരാളാണ് അവരുടെ ലൈഫിൽ. അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്നവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം കിട്ടിയതുപോലെയാണ്. അങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത്. സ്ട്രെങ്ത് വെച്ചിട്ട് ചില സിറ്റുവേഷൻസ് ഉണ്ട്, എസ്പെഷ്യലി തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും ലോങ് ഡിസ്റ്റൻസ് ആയാലും അവിടെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അവിടെ ലോങ് ഡിസ്റ്റൻസ് ഇരിക്കുന്ന അവിടെ നമ്മളവിടെ കൈയും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ക്ഷമയോടെ കൈകാര്യം ചെയ്താൽ മാത്രമേ ഒരു സമയമാകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അതെ, എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അവിടെ ആയാലും ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നവർ ആലോചിക്കുന്നുണ്ട്. ഐസ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് തീർച്ചയായിട്ടും
നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ചിലർക്ക് നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പൊക്കെ ചെയ്ത് കാണും കേട്ടോ. പൈസ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ സഹായിച്ചു കാണും. അതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. അവർ അതിനെപ്പറ്റി ഒരുപാട് നന്ദിയോടുകൂടി തന്നെയാണ് ഓർക്കുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അവർക്ക്. ടെമ്പറൻസ് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസ് വേണം എന്നവർ ആലോചിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നുണ്ടല്ലോ, അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുമായിട്ട് ഒരു ബാലൻസിലെത്തണം എന്നവർ ആലോചിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് വേണ്ടി ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവരെന്നും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. ഏഞ്ചൽ ഗൈഡൻസ് അല്ലെങ്കിൽ ഭഗവാന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ട് എന്ന് തന്നെ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് കാണുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അവരുടെ ഫാമിലി കൂടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു യാത്ര ചിലർക്കെങ്കിലും വേണ്ടി വരുന്നുണ്ടായിരിക്കും. അത് നിങ്ങളെ അറിയിക്കണമെന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും ഒരു യാത്ര ഇവർക്ക് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ യാത്ര നിങ്ങളുടെ അടുത്തേക്കായിരിക്കും. ലോങ് ഡിസ്റ്റൻസ് ഉള്ളവർക്ക് ഒരു പക്ഷേ യാത്ര ചെയ്തവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതുമായിരിക്കാം. അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പ്ലേസൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പള്ളി, അമ്പലം, അങ്ങനെയൊക്കെ ഒരു തീർത്ഥയാത്ര പോലെ അങ്ങനെ പോകുന്നതുമായിരിക്കാം. അത് പക്ഷേ ഫാമിലിയുടെ ഒപ്പമായിരിക്കും. ഇതിലേത് സിനാറിയോ വേണമെങ്കിൽ ആയിരിക്കാം. അവർ അതിനെപ്പറ്റി നിങ്ങളെ അറിയിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ട്. ഫൂള് വെച്ചിട്ട് എന്ത് റിസ്ക് എടുത്തിട്ടായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണം എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. എന്ത് തന്നെ വന്നാലും ശരി, ഇനി വെച്ച കാല് പുറകേക്കില്ല, മുന്നിൽ കുഴിയായാലും ഗർത്തമായാലും മുന്നോട്ട് തന്നെ എന്ന് ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഈ സമയവും മാറി വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡിലേക്ക് തിരിഞ്ഞ് നല്ല രീതിയിൽ വരുമെന്ന് തന്നെ ഇവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. ലവേഴ്സ് വെച്ചിട്ട് അവർ നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണെന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്കും തോന്നാറുണ്ടായിരിക്കും കേട്ടോ. മ്യൂച്വൽ ആയിട്ടുള്ള സ്നേഹമാണ് എന്നിവർ മനസ്സിലാക്കുന്നു. അവർ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളും അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് ഉറപ്പായിട്ട് അറിയാം. നിങ്ങൾ എന്നും അവരുടെ ലൈഫിൽ വേണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. എന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറച്ചു പിടിക്കുന്നത് പോലെ തോന്നുന്നു. ക്ലാരിഫൈ 7 of Swords. ക്ലാരിഫൈ 7 of Swords. എല്ലാ സത്യങ്ങളും തുറന്ന് പറയാത്തതുപോലെ. ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ചിലരുടെ ലൈഫിൽ ചില കരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇവരുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിട്ടോ പൈസ സംബന്ധമായിട്ടോ അവരെന്തോ ഒരു സ്ട്രെസ്സിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഇവർ നിങ്ങളുടെ അടുത്ത് മറച്ചു പിടിക്കുന്നതായിട്ട് കാണുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങളും കൂടി വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതറിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കും എന്നുള്ള രീതിയിൽ പറയാതിരിക്കുന്നതാണ്. ചില കാര്യങ്ങൾ മനസ്സിൽ മറച്ചു വയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ മറച്ചു വയ്ക്കുന്നതിനെ പറ്റിയിട്ട് ഇവർക്ക് വിഷമമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഫീലിങ്സിൽ അത് നിങ്ങളോടുള്ള ഫീലിങ്സിൽ അത് റിഫ്ലക്റ്റ് ആയത് കേട്ടോ. ഈ കാര്യം ഞാൻ അവരോട് പറയുന്നില്ലല്ലോ എന്നൊരു വിഷമം അവർക്കുണ്ട്. അതുകൊണ്ടാണ് അത് കാണുന്നത്. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ്, കോള് അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം കേൾക്കണം, സംസാരിക്കണം, കാണാൻ വരണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ പലർക്കും മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും, ഓൾറെഡി വരുന്നുണ്ടായിരിക്കും, നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കും. അവിടെ അങ്ങനെ വലിയ ഭീകര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അഥവാ മെസ്സേജ് കോളൊന്നും വരുന്നില്ലെങ്കിൽ മെസ്സേജ് കോളോ കോണ്ടാക്റ്റോ വരാൻ സാധ്യത ഉള്ളതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. ഗിവ് മീ സം മോർ കാർഡ്സ്. 3 of Cups. നിങ്ങളെ കാണണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവർ കൂടെ ഉണ്ടായിരിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ആരുടെ കൂടെ ആയാലും ശരി. നിങ്ങളൊന്ന് കണ്ടാൽ മതി, ഒന്ന് സംസാരിച്ചാൽ മതി. മറ്റുള്ളവരവിടെ ഉണ്ടെങ്കിലും അവർക്ക് പ്രശ്നമില്ല. നിങ്ങളെ കാണുക, സംസാരിക്കുക എന്നുള്ളതാണ് മുഖ്യം എന്ന് അവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുമായി ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരാളാണ് എന്നും അവർ വിചാരിക്കേണ്ട. സൺ കാർഡാണ് വന്നത്. ഒരുപാട് പോസിറ്റിവിറ്റിയോട് കൂടിയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവർക്ക് നടന്നിട്ടുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതാണ് അവരുടെ ഫീലിങ്ങിൽ അതുണ്ട്. ചിലർ
ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ലോങ് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളിൽ ഇവർ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ വരണം എന്നൊക്കെ തന്നെയാണ് ഇവർ ആലോചിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കൊരു കോൾ, മെസ്സേജ്, കോണ്ടാക്റ്റ് എല്ലാം വരുന്ന ലക്ഷണം കാണുന്നുണ്ട് അടുത്തൊരു 8 ദിവസത്തിനകം. ഇൻ കോണ്ടാക്റ്റ് അല്ലാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ജോലിയിലോ മറ്റോ എന്തോ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരു ബോണസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ആയിരിക്കാം. ആ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് ലഭിച്ചത് നിങ്ങൾക്കായിരിക്കും, അത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു, അതിനെപ്പറ്റി ഒരു നല്ല വാക്ക് നിങ്ങളുടെ അടുത്ത് പറയണം എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് രണ്ടിലേതെങ്കിലും ആവും കേട്ടോ. Some more cards, 2 or 3 more cards. Divine, give me 2 or 3 more cards. അവരുടെ ലൈഫിൽ ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. ആ തേർഡ് പാർട്ടി കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള ഒരാളാണ്. അവരെ ഇവർ ഭയക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെ അവരുടെ ലൈഫിൽ. അവിടെ ഇവർ കുറച്ചൊന്ന് സംശയിച്ച് നിൽക്കുന്നതായിട്ടും ഇവരെ പേടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം ഇവർ കുറച്ച് കൺട്രോളിങ് ആയിട്ടുള്ള ഒരാളാണ് ഈ തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ ഇത്തിരി സൂക്ഷിച്ചിട്ടാണ് ഇവർ പെരുമാറുന്നത്. ഓക്കെ. കിങ് ഓഫ് വാൻഡ്സ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമാണ്, അട്രാക്ഷനാണ് എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. റീയൂണിയൻ ചിലർക്കെങ്കിലും പോസിബിളായിട്ട് വരുന്നുണ്ട്. 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച ഇതിൻ്റെ അകം ഒരു റീയൂണിയൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ച ബോണസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളുമായി പങ്കുവെക്കണം. അതായത് ഒന്നിച്ചൊരു ഗെറ്റ് ടുഗദർ പോലെയൊക്കെ വേണം. അവർക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിച്ചു തരണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം, പൈസ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരണം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കാണാൻ വരുമ്പോൾ ഒരു ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് അവിടെ വീണ്ടും കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് അവർക്ക് അത്രയും ഒരു സന്തോഷമൊന്നും തരുന്നില്ല. ഇവർ അവിടെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ. ആ സിറ്റുവേഷനിൽ വിചാരിക്കുന്ന പോലെ പോയി എൻ്റെ പേഴ്സണെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം അവർക്ക് അവിടെ ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കുമ്പോൾ എപ്പോഴും നല്ലത് തന്നെയാണ്. അവിടെ ഇന്ന് വരെ എനിക്കൊരു ബാഡ് ഫീലിംഗ് അവിടെ കിട്ടിയിട്ടില്ല. അവിടെ തേർഡ് പാർട്ടി സ്റ്റക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അല്ലാതെ നിങ്ങളെ വെറുപ്പാണെന്നോ നിങ്ങളെ കാണണ്ടെന്നോ അങ്ങനെ ഒന്നും ഒരു റീഡിങ്ങിലും എനിക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, ഒന്നും ആലോചിച്ച് സ്ട്രെസ് ആവേണ്ട കാര്യമില്ല. നമുക്ക് നോക്കാം. ഡിവൈൻ്റെ അടുത്ത് ഒരു പോസിറ്റീവ് റിസൾട്ട് ഇതുവരെയും കിട്ടാത്തവർ ഒരു കോണ്ടാക്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക കേട്ടോ. നമുക്ക് അവരുടെ മെസ്സേജസ് കൂടെ എടുത്തിട്ട് നിർത്താം. ഹാൻഡ് റിട്ടൺ മെസ്സേജസ് തന്നെ എടുക്കാം. ഇന്ന് ഹാൻഡ് റിട്ടൺ മെസ്സേജസ് ഞാൻ കുറച്ച് എടുത്ത് ടേബിളിൽ വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടാരോ വഴിയും നമുക്ക് കുറച്ച് മെസ്സേജസ് എന്താണെന്ന് നോക്കാം കേട്ടോ. കാരണം മറ്റേ ഒറാക്കിളിൻ്റെ ഒക്കെ വെച്ചിട്ട് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, അതും കൂടെ കണ്ടോളൂ. ബാക്കി മെസ്സേജസിനായിട്ട് തുടങ്ങാം നമുക്ക്. ശിവായി. ഐ ആം ജെലസ്. അവർക്ക് ഇൻസെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ വേറെ ആരെങ്കിലും സംസാരിക്കണ്ടോ കാണണ്ടോ എന്നൊക്കെ അവർക്ക് പേടിയുണ്ട്. ഐ ഹാവ് റോങ്ഡ് യു, ഫൊർഗീവ് മീ. അവരോട് ക്ഷമിക്കാനാണ് പറയുന്നത്. അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലായി എന്ന്. ലവ് യുവർ ഐസ്. നിങ്ങളുടെ കണ്ണുകൾ അവർക്ക് ഇഷ്ടമാണ്. വോണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് വിത്ത് യു. നിങ്ങളുടെ കൂടെയാണ് അവർക്ക് അവരുടെ ജീവിതം മുഴുവൻ കഴിയേണ്ടത്. മാരി മീ. അതാണ് കല്യാണം കഴിക്കാൻ പറയുന്നു. സർപ്രൈസ്. എന്തൊരു സർപ്രൈസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഹാവ് യു മൂവ്ഡ് ഓൺ. നിങ്ങളവരെ വിട്ടു പോകാൻ തയ്യാറായോ എന്നാണ് ചോദിക്കുന്നത്. യു ആർ മൈ ലക്കി ചാം. ഞാൻ പറഞ്ഞില്ലേ, സൺ കാർഡ്, സ്റ്റാർ കാർഡൊക്കെ വെച്ച് നിങ്ങൾ അവർക്ക് ഒരുപാട് ലക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ലൈഫിൽ. തേർഡ് പാർട്ടി നോസ്. തേർഡ് പാർട്ടി സിറ്റുവേഷനും നമ്മൾ കണ്ടിരുന്നു അല്ലേ റീഡിങ്ങിൽ. ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഇതും നമ്മൾ കണ്ടിരുന്നു ടെമ്പറൻസ് കാർഡ് വെച്ചിട്ട്. ഫോളിങ് ഫോർ യു. നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ്. നമ്പേഴ്സ് 1, 10.
ഐ വാസ് മാനിപ്പുലേറ്റിംഗ് യു. നിങ്ങളുടെ അടുത്ത് സത്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടില്ല. 7 ഓഫ് സ്വാർട്സിൻ്റെ എനർജിയാണത്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ. നിങ്ങളോട് അവർ ടെലിപ്പതിയായിട്ട് നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും മാനസികമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒബ്സെസ്ഡ് വിത്ത് യുവർ തോട്ട്സ്. നിങ്ങളുടെ ചിന്തകൾ അവർക്ക് നിർത്താനേ സാധിക്കുന്നില്ല. 222 റീയൂണിയൻ. പ്ലീസ് മൂവ് ഓൺ ഇൻ യുവർ ലൈഫ്. ചിലരുടെ അടുത്ത് പറയുന്നു മൂവ് ഓൺ ചെയ്ത് പോകുന്നു. മെസ്സേജ് മീ, കോൾ മീ. മെസ്സേജ് ചെയ്യൂ, കോൾ ചെയ്യൂ. സാജിറ്റേറിയസ്, ധനുരാശി. ടെമ്പറൻസിൻ്റെ രാശിയാണ് കേട്ടോ. നമ്പേഴ്സ് 9, 18, 27. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയോ ലൈഫിലെ നമ്പറായിരിക്കും. ഐ എം നോട്ട് ഏബിൾ ടു മൂവ് ഓൺ. നിങ്ങളുടെ അടുത്ത് മൂവ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നമ്പേഴ്സ് 5, 14, 23. യു ആർ സോ സ്പെഷ്യൽ. നിങ്ങൾ അവർക്ക് ഭയങ്കര സ്പെഷ്യലാണ് എന്ന് പറയുന്നു. ഐ ജസ്റ്റ് കാൻ ലവ് എനി വൺ എനി മോർ. അവർക്ക് മറ്റാരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല. ലവ് യുവർ സ്മൈൽ, കീപ് സ്മൈലിംഗ്. ചിരിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. കൂടുതൽ മെസ്സേജസ് ഞാൻ സമയം കിട്ടുമ്പോൾ പുതിയ ചിറ്റ്സ് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഐ എം ഹെൽപ്ലെസ്, ഐ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. റീയൂണിയൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. റീയൂണിയൻ്റെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. 2 ഓഫ് കപ്സ് അല്ലേ. വിഷ് ഫുൾഫിൽമെൻറ്റ്. വെരി ഗുഡ്. ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. അതാണ് അവർക്ക് നിങ്ങളുള്ളത്. ഭയങ്കര പോസിറ്റീവാണ് അവരുടെ ലൈഫിൽ. ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കം. യു ഹാവ് ലൈറ്റ് ടു മീ. നിങ്ങൾ അവരുടെ അടുത്ത് എന്തോ സത്യം മറച്ചു വെച്ചു എന്ന് അവർ പറയുന്നു. ഐ എം വാച്ചിങ് യു ഫ്രം എഫാർ. അവർ ദൂരെ നിന്നും നിങ്ങളെ കാണുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഒളിച്ചായാലും നിങ്ങളെ കാണുന്നുണ്ടായിരിക്കും. പൈസസ്, മീനരാശി. ഐ എം സോറി ഐ ഹേർട്ട് യു. സോറി പറയാണ് കേട്ടോ. ലിബ്ര, തുലാരാശി. ഐ വോണ്ട് ടു ഹഗ് യു ടൈറ്റ്. ഓക്കെ, നിങ്ങളെ നിറകെ കെട്ടിപ്പിടിച്ചാൽ കൊള്ളാവുന്നുണ്ട് അവർക്ക്. ഡു യു ലവ് മീ. നമ്പർ 7, 16, 25. വിർഗോ, കന്നിരാശി. നമ്പേഴ്സ് 4, 22, 13, 31. യു ഹാവ് ചേഞ്ച്. നിങ്ങളിൽ എന്തോ മാറ്റം അവർക്ക് ഫീൽ ചെയ്യുന്നു. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി ഉണ്ട്, സ്ട്രോങ് ആണെന്ന് പറയുകയാണേ. നമ്പേഴ്സ് 2, 11. ഇതും നിങ്ങളുടെ പേഴ്സൻ്റെ നമ്പർ ആയിരിക്കാം. ഐ മിസ് യു. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. മിസ്സിങ് എനർജി ആയിരുന്നു ആദ്യത്തെ കാർഡ്. 4 ഓഫ് കപ്സ് അല്ലേ. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. നിങ്ങളുടെ ചിന്തകൾ അവർക്ക് നിർത്താനേ സാധിക്കാറില്ല. യു ആർ ദ വൺ ഫോർ മീ. നിങ്ങളാണ് അവരുടെ വ്യക്തി എന്നാണ് അവർ പറയുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ടാരോയിൽ നിന്നും കൂടി 3-4 കാർഡ് എടുത്തിട്ട് അവരുടെ മെസ്സേജസ് നോക്കാം. ഇവിടെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ മെസ്സേജസ് പറയൂ. എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ലോങ് ഡിസ്റ്റൻസ് ആണ്. ലോങ് ഡിസ്റ്റൻസ് അവർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, ആ ലോങ് ഡിസ്റ്റൻസ് ആയത് കാരണം അവിടെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു എന്നും പറയുന്നു. നമ്മുടെ റീഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായി പറയുന്നു. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റക്കാണ്. അതുകൊണ്ട് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. നമ്മുടെ റീഡിങ്ങിൻ്റെ റെപ്പിറ്റേഷൻ ആയിട്ട് വരുന്നു അല്ലേ. കിങ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും കിങ് ഓഫ് വാൻസ് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, അട്രാക്റ്റഡ് ആണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അയ്യോ, ഏസ് ഓഫ് കപ്സ്. എന്താ ഞാൻ പറയുക, സ്നേഹമാണ് എന്ന് പറയുകയാണ്. ചാരിയറ്റ്, ചിലരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന്. എസ്പെഷ്യലി യൂണിഫോംഡ് ജോബുള്ള വ്യക്തിയാണ് ഇവർ. ലോങ് ഡിസ്റ്റൻസ് ആയാലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഇവർ പറയുന്നത്. അടുത്ത കാർഡ് എനിക്ക് ചിരി നിർത്താൻ വയ്യ. ലവേഴ്സ്, ദേ വോണ്ട് ടു സേ ദേ ലവ് യു. ഈ ലോകത്തിലും വെച്ച് ഒരു നിങ്ങളെയാണ് സ്നേഹിക്കുന്നത്.
ഇനി ലവിൻ്റെ കാർഡ് വേറെ ഇല്ല തോന്നുന്നു ഇത് ഡെക്കിൽ. ഏസ് ഓഫ് കപ്സ് ആയി, കിങ് ഓഫ് കപ്സ് ആയി, കിങ് ഓഫ് വോൺസ് ആയി, ലവേഴ്സ് ആയി. ഇനി എന്ത് വേണം? ഏസ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുമായി ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. ചിലർക്കെങ്കിലും ഒരു പ്രപ്പോസലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഡിവൈൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്കൊരു പ്രപ്പോസലൊക്കെ വരുന്നതായിട്ടും കാണുന്നു. വേറെ എന്താണ്? 4 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളെ മിസ് ചെയ്യുന്നു, പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നു, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഓക്കെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ചിലർക്ക് അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് ഉണ്ട് കേട്ടോ. അതും അവർ ഓർക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് അവർ വിഷമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. 3 ഓഫ് വോൺസ് അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ലോങ് ഡിസ്റ്റൻസും ആണ്, അതൊരു തടസ്സമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും പറയുന്നു. ഓക്കെ, അവർക്ക് റെസ്പോൺസിബിലിറ്റീസിൽ അവർ സ്റ്റക്കാണ്, അതും പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഫാമിലിയുള്ള അവിടെ തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. എന്ത് തന്നെ ആയാലും അവർക്ക് നിങ്ങളോട് സ്നേഹമാണ് എന്ന് തന്നെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇനിയും വേണോ? ഒരു 3 കാർഡ് കൂടെ എടുക്കാം, എന്നിട്ട് നിർത്താം കേട്ടോ. പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞു. ഏസ് ഓഫ് സ്വാർഡ്സ് അവർക്കൊരു റിയാലിറ്റി ചെക്ക്, ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കിട്ടിയിട്ടുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ചിലർക്കെങ്കിലും ഒരു കോൾ, മെസ്സേജ്, കോണ്ടാക്റ്റ് എല്ലാം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അവരതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് വേണോ, അല്ലെങ്കിൽ നിങ്ങളോട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഒരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകാനോ ഒക്കെയാണ് അവർ പറയുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡാണേ, ലാസ്റ്റ് കാർഡ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും അവിടെ വളരെ പ്രബലമായിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അവരതിനെ പറ്റിയിട്ട് ബോധേഡാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരുടെ ഇവരതിനെപ്പറ്റി ബോധേഡാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് കുറേ മെസ്സേജസ് കിട്ടിയില്ലേ. ലാസ്റ്റ് ടാരോ ഇത് എടുക്കാതെ പോയിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ അല്ലേ. നോക്കാതെ എടുത്താൽ കേട്ടോ, ഷഫിൾ ചെയ്തിട്ട് ഇടയ്ക്കൊന്നും എടുത്തതാണ്. എന്തായാലും കൊള്ളാം, എനിക്ക് തന്നെ ചിരി വരുന്നു കണ്ടിട്ട്. ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞൂടെ അല്ലേ. ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്ന് പറയുന്നതല്ലാതെ നിങ്ങളെ ഹാങ്ഡാക്കി അവരും ഹാങ്ങായി കഷ്ടപ്പെട്ട് എന്തിനാണോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, പിന്നെ നിങ്ങൾക്കുള്ള മെസ്സേജസ്. ഇന്ന് കുറച്ച് ഹാപ്പി ആയില്ലേ? അല്ലെങ്കിൽ ഫീലിങ്സൊക്കെ നോക്കുമ്പോൾ എപ്പോഴും നല്ലത് തന്നെയാണ് വരിക. മെസ്സേജസും മോശമല്ലാത്ത മെസ്സേജസ് തന്നെയാണ് വരിക അല്ലേ. വളരെ റെയറായിട്ടാണ് ഒരു നെഗറ്റീവ് മെസ്സേജൊക്കെ നമുക്ക് കിട്ടുന്നത്. തേർഡ് പാർട്ടിയുടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഓൾറെഡി അറിയാം പലർക്കും തേർഡ് പാർട്ടിയുള്ള വിവരം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ. പിന്നെ ഹൈപ്പും കൂടെ ചെയ്തു തരാം കേട്ടോ. വേറെ എന്താണ്? അപ്പോൾ ഇതേപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, അതിൽ കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ, എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയും കേട്ടോ. എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യാൻ അറിയില്ല എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് പറയും. ഓക്കെ, ഇതുവരെ വേണ്ടി വന്നിട്ടില്ല, ഞാൻ പറയുകയാണ് ജസ്റ്റ് ഫോർ യുവർ ഇൻഫോ. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താലും ഞാൻ റിട്ടേൺ ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ അത് റിട്ടേൺ യുവർ പേയ്മെൻറ്റ്, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.